ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആയാലോ. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മുടെ ഷാരൂട്ടിൻ്റെ 2ാം പിറന്നാളാണ്. അങ്ങനെ വലിയ രീതിയിലുള്ള ആഘോഷങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല, എങ്കിലും ഇതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് വെക്കാമെന്ന് കരുതി. ഇതൊക്കെ ഒരു സന്തോഷമല്ലേ, നമ്മുടെ മക്കളുടെ പിറന്നാൾ ദിവസമൊക്കെ നമ്മൾ ഒത്തിരി കാലം കഴിഞ്ഞ് ഇതിങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് റെക്കോർഡ് ചെയ്ത് വെക്കാമെന്ന് കരുതി. അപ്പം അങ്ങനെ നമ്മൾ ബർത്ത്ഡേ പോയി മടിഞ്ഞാണെങ്കിൽ എഴുന്നേറ്റിട്ടുണ്ട്. പിന്നെ അമ്പലത്തിൽ പോകേണ്ട കാര്യമൊക്കെ പറഞ്ഞതുകൊണ്ട് തന്നെ ആശാൻ അത് പറഞ്ഞപ്പോൾ തന്നെ ഓക്കെ ആയി. പെട്ടെന്ന് തന്നെ കുളിച്ച് അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി റെഡിയായി. അപ്പോഴേക്കും അവൻ്റെ കുഞ്ഞേച്ചി എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മമ്മയുടെയും കുഞ്ഞേച്ചിയുടെയും കൂടെ അമ്പലത്തിലൊക്കെ പോയി. അങ്ങനെ തിരിച്ച് വരുന്ന വഴിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങി പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് എത്തി. വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു അംഗൻവാടി ഉണ്ട്. കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ് അവിടെ പോകാനും കുട്ടികളോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ. അപ്പം അങ്ങനെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് ഗിഫ്റ്റ്സൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ആയിട്ട് അംഗൻവാടിയിലേക്ക് പോയി. ആൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഹാപ്പിയാണ്. കുഞ്ഞിൻ്റെ കൂട്ടുകാർക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് പുസ്തകങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനതൊക്കെ അവർക്ക് കൊടുത്തു, ചോക്ലേറ്റ്സൊക്കെ കൊടുത്തു. എല്ലാവരും അവനെ വിഷ് ചെയ്തു, പാട്ടുപാടി. ഒത്തിരി നല്ല നിമിഷങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ എത്രത്തോളം ഹാപ്പി ആയിരുന്നു എന്നുള്ളത് എൻ്റെ ശബ്ദത്തിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അന്നത്തെ ദിവസം നമ്മൾ കുഞ്ഞിൻ്റെ കൂട്ടുകാരോടൊപ്പമായിരുന്നു ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കുഞ്ഞ് വന്നൊരു ഉറക്കമൊക്കെ പാസ്സാക്കിയിട്ടുണ്ട്. കുഞ്ഞ് ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോഴേക്കും അവനെ കാണാൻ വേണ്ടിയിട്ട് സർപ്രൈസായിട്ട് അവൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. ആൾ ക്യാമറയ്ക്ക് മുമ്പിലൊന്നും വന്നിട്ടില്ല, ഇത്തിരി ഷൈയുള്ള കൂട്ടത്തിലാണ്. കുഞ്ഞിന് കുറേ ടോയ്സും കേക്കൊക്കെ ആയിട്ടായിരുന്നു ആൾ വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അച്ചാച്ചനും മോനും കേക്കൊക്കെ കട്ട് ചെയ്ത് എൻ്റെ റിഫുക്കാക്കും റിസക്കുട്ടിക്കും ആമിച്ചേച്ചിക്കും എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്തു. അപ്പോഴേക്കും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന കേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കട്ട് ചെയ്തു, എല്ലാവർക്കും സെർവൊക്കെ ചെയ്തു, എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. നമ്മുടെ ബർത്ത്ഡേ ബോയുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ. അവൻ്റെ ചേട്ടന്മാരെയും ചേച്ചിമാരെയൊക്കെ ഒന്നിച്ച് കണ്ടപ്പോൾ അവൻ എന്താ ചെയ്യുന്നതെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോടുന്നു, കേക്ക് കൊടുക്കുന്നു, ചോക്ലേറ്റ്സ് കൊടുക്കുന്നു, ഒന്നും പറയണ്ട. അവൻ്റെ സന്തോഷം കാണുമ്പോൾ ഞങ്ങൾക്കും ഒത്തിരി സന്തോഷമായിരുന്നു. അവൻ്റെ അച്ഛന് നാട്ടിൽ വരാൻ പറ്റിയില്ല, കൂടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു വിഷമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഗിഫ്റ്റൊക്കെ അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അവന് ഭയങ്കര ധൃതിയായിരുന്നു. ആരെയും അവൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ പറ്റാണ്ടായപ്പോഴാണ് ചേച്ചിമാരെയും ചേട്ടന്മാരെയൊക്കെ വിളിച്ചത്. ഒത്തിരി ടോയ്സും ഡ്രസ്സൊക്കെ കിട്ടിയതുകൊണ്ട് തന്നെ ഷാരു ബേബി ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഷാരു ബേബിയുടെ പിറന്നാൾ ദിന വിശേഷങ്ങൾ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. കൂടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.